യോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അൺബോക്കിൻ്റെ തന്നെ എപ്പിസോഡ് 5 തന്നെയാണ് ആദ്യമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പോൾ ഗൈസ് ഇന്നത്തെ പരിപാടി എന്താ, ഞാൻ ഓഫ് ക്യാമറയിൽ നിന്ന് കുറേ ഗ്രൈൻഡാക്കി, കുറേ എന്ന് പറഞ്ഞാൽ കുറേ. അങ്ങനെ 2 ലെവൽ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഒന്ന് ഡീപ്പ് കേസും പിന്നെ സാധാ കേസും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം കുറേ ഡയമണ്ട് ഓർ കിട്ടിയിട്ടുണ്ട്. 20 ഡയമണ്ട് ഓർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ, ഇന്നത്തെ പരിപാടി വേറൊന്നുമില്ല, മൂവ് ഫാം ഉണ്ടാക്കണം. പിന്നെ എന്താ ഇത് കോബിൾസ്റ്റോൺ ഫാം, അത് തന്നെ കോബിൾസ്റ്റോൺ ഫാമും മൂവ് ഫാമും ഉണ്ടാക്കണം പഴയ ഇതുപോലെ. അപ്പം നമുക്ക് എന്ത് കാണിച്ചു തരാനുള്ളതെന്ന് പറഞ്ഞാൽ അത് വേറൊരു സാധനം കാണിച്ചു തരാനുണ്ട്. ജസ്റ്റ് ഇറക്കുകയാണെങ്കിൽ ടെടാ സ്പൈ ഗ്ലാസ് കിട്ടിയല്ല, ഞാൻ ഉണ്ടാക്കിയതാണ്. നമുക്ക് ഇവിടെ സൂം ചെയ്ത് നോക്കാം. നല്ലത് മരത്തിൻ്റെ ഉള്ളിൽ എന്താ ഒന്നുമില്ല. അപ്പോൾ ഇതെൻ്റെ ഇരിക്കട്ടെ, ഒരുപാട് നേരം പിടിച്ചേക്കാൻ പറ്റില്ല. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ അത് സ്റ്റോറേജ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതാണ് വേറെ അപ്ഡേറ്റ്. പിന്നെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഫ്രണ്ടിനെ കിട്ടി ആക്സിലോട്ട്. ഇതാണതേ നമ്മുടെ പുതിയ ഫ്രണ്ട്. ഇതിനെ പ്ലേസ് ചെയ്യാൻ പറ്റും, ബട്ട് എനിക്ക് ചെറിയൊരു പേടി, മൊത്തം പോയിടാണ്. പോയിടോട്ടെങ്ങാനും പോയാൽ ഫ്രണ്ടൊക്കെ പോയി. നമുക്കപ്പോൾ ഇനി സേഫായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റിയേക്കാം. ഇപ്പം നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഫസ്റ്റ് തന്നെ ചെറിയൊരു പ്ലാറ്റ്ഫോം അങ്ങോട്ട് ഉണ്ടാക്കണം. എന്താണെന്ന് വെച്ചാൽ കോബിൾസ്റ്റോൺ ഫാം ഉണ്ടാക്കണം. ഇവിടെ സ്പേസ് ഇല്ല, തീരെ സ്പേസ് ഇല്ല. നമുക്കിനെ കാണാൻ പറ്റും, തീരെ സ്പേസ് ഇല്ല. പിന്നെ അതേ വീടിൻ്റെ അപ്ഡേറ്റ് ഞാൻ ഇവിടെ ഇത് വെച്ചിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട്. പൊളിയല്ലേ, ഞാനൊരു സയൻറ്റിസ്റ്റ് തന്നെ. അപ്പം നമുക്ക് കോബിൾസ്റ്റോൺ ഫാം ഉണ്ടാക്കാം. അയ്യോ ഇപ്പോൾ പോയതിനെ വേണ്ടി വാട്ടർ ബക്കറ്റ് അല്ലല്ല, ലാവാ ബക്കറ്റ് വേണം. വാട്ടർ ബക്കറ്റ്, പിന്നെ അത്രേ ഉള്ളൂ. ബ്ലോക്സ് എടുത്തില്ല. ഇപ്പോൾ തന്നെ കുറേ കോബിൾസ്റ്റോൺ ഉണ്ട്, ബട്ട് എന്നാലും അതിൻ്റെ ഒരു രീതി അതല്ലല്ലോ. ഇങ്ങോട്ടേക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാം. പുല്ലുകൊട്ടെ 1 2 3 4 5 വീണ്ടും വന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇത് നോയ്സ് ഉണ്ടാവും, കാരണം നല്ല മഴയാണ് ഇവിടെ. പുറത്ത് നല്ല മഴയും പിന്നെ ഇടിവെട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കാരണമാണ് ഞാൻ ഇത്രയും ദിവസം വീഡിയോ ഇടാണ്ടിരുന്ന. പിന്നെ ഇട്ടില്ലെങ്കിൽ ഞാൻ പിന്നെയും മടിയനായി പോവും. അപ്പം നമുക്കിത് ഇത്രയും സ്പേസ് കിട്ടിയിട്ടുണ്ട്, ബട്ട് പോരെന്ന് തോന്നുന്നു, കുറച്ചുകൂടി ഉണ്ടാക്കണം. ഇത് ബെഡ് റോക്ക് കാരണം നല്ല ഈസിയാണ്. ഇത് കണ്ടോ, അങ്ങനെ വെച്ചങ്ങ് പോയാൽ മതി. രാവിലെയൊക്കെ ആവണമെന്നാണ് എൻ്റെ ഒരു ഇത് ഡ്രീം. നമ്മളാവും അതൊക്കെ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് കോബിൾസ്റ്റോൺ ഫാം ഉണ്ടാക്കാം. നമ്മളത് ഇങ്ങനെ പണിതിട്ടുണ്ട്. അപ്പോൾ അത് വർക്കാണ്. ഞാൻ വിചാരിച്ച് മിക്കവാറും ഒബ്സിഡിയൻ ആവുന്നു, ബട്ട് സ്റ്റിൽ ഇത് വർക്കാണ്. ഇത് കണ്ടു. നമുക്ക് കുറേ കോബിൾസ്റ്റോണായിട്ട് നമുക്ക് മൂവ് ഫാം ഉണ്ടാക്കണം. മൂവ് ഫാം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചേക്കുന്ന വീടിൻ്റെ നമ്മുടെ ബേസിൻ്റെ അതായത് ഈ ഒരു ഭാഗത്താണ് മൂവ് ഫാം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേ ഒബ്സിഡിയനായിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ് ഞാനവിടെ അങ്ങനെ മൈൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കോബിൾസ്റ്റോൺ. ഞാൻ ഷീപ്പിൻ്റെ ശബ്ദം കിട്ടി തിരിഞ്ഞു നോക്കുന്നു. ഗൈസ് 2 ഷീപ്പ് സ്പൂണായി. ഒന്നും നോക്കണ്ട, ബെഡ് മുക്കുമ്പിക്കില്ലേ ഇതില്ല, ഇതെടുക്കുക. ഇവിടെ നിന്ന് 2 പിന്നെ 2 എണ്ണമല്ലേ, 3 ഷിയർ ഉണ്ടാക്കണം. 9 ആവുന്നു, കറക്റ്റ് ഇടായി.
കൂടുതലാടാ തന്നില്ലേ. മൂന്ന് ക്വാളിറ്റിയേ പാവപ്പെട്ടവൻ. സോറി ബ്രോ സോറി, ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ്. എവിടെ വുഡ് എവിടെ? സ്ലീപ്പ് ഇവിടെ ബെഡ് വെക്കും. നമുക്കത് ഇവിടെ ബെഡ് വെക്കാം. എന്നിട്ട് വാട്ട് വ്യൂ ഗൈസ്, കിടിലം വ്യൂ. നമുക്ക് ഫസ്റ്റ് ഉറക്കം കണ്ടുറങ്ങാം. ഈ വേൾഡ് കണ്ടിട്ട് ഫസ്റ്റ് ഉറക്കം. ഞാൻ വിചാരിച്ചില്ലേ ഇത്ര പെട്ടെന്ന് ബെഡ് കിട്ടുമെന്ന്. നമ്മുടെ പണി ഇത്ര ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടാക്കി. ഇവന്മാരിപ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, നമുക്ക് ആവശ്യം വന്നാൽ ഇടുക. നമുക്ക് നമ്മുടെ പണിയിലോട്ട് പോയി. ഇപ്പോൾ അത് 1.5 സ്റ്റാക്ക് എങ്ങാനും കിട്ടിയ, അല്ല 1.5 സ്റ്റാക്ക് ഇത്ര എങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കയറുമ്പോൾ നമുക്കപ്പോൾ നമ്മുടെ പണി നോക്കാം. ഇപ്പോൾ കേസ് നോക്കുകയാണെങ്കിൽ ഞാൻ ആവശ്യത്തിനുള്ള കോബിൾ സ്റ്റോണൊക്കെ ആക്കിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. കണ്ടോ 10 സ്റ്റാക്ക് ഉണ്ട് മൊത്തത്തിൽ. 10 പിന്നെ കുറച്ചുകൂടി ഉണ്ടായിരുന്നു, അതും വെച്ച് ഞാൻ മതിൽ വേണത്. പിന്നെ ഞാൻ ഈ ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കിയിട്ടാണ് ഇത്ര നല്ല ഫാസ്റ്റ് ഞാൻ ചെയ്തത്. കിടിലം ഫാസ്റ്റായിരുന്നു. കുറേ ഒരു 5 മിനിറ്റ് നിന്നപ്പോൾ തന്നെ 10 സ്റ്റാക്കായി. സ്ലീപ്പായിട്ടൊന്ന് സ്ലീപ്പായിട്ടുണ്ട്. പിന്നെ അതേ ഞാനിവിടെ പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടാക്കി, ഇവിടെ മതിലൊക്കെ പണിത്. അപ്പോൾ അത്രയും പണി ഞാൻ ചെയ്ത്. നമുക്ക് ഇത് മേക്ക് ചെയ്യാം. ഞാൻ ഇവിടെ 4 ബ്ലോക്ക് ഇങ്ങനെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ടത് ഒരു ഡ്രോപ്പറാണ്. എന്നിട്ട് വുഡ്, കുറച്ചുകൂടിയും വുഡ് വേണം. ചെസ്റ്റ് ഇല്ല ഓൾറെഡി, ജസ്റ്റ് ഒരെണ്ണമുണ്ട്, പക്ഷെ ഒരെണ്ണം പോരാ, ഇനി 3 എണ്ണം കൂടിയും വേണം. ഇപ്പം എത്രയായി? 2ആയി. ഹോപ്പർ ഞാൻ ഡ്രോപ്പർ എന്നാണ് അറിഞ്ഞത്. സോറി കേസ്, ഹോപ്പർ അറിഞ്ഞു, ഞാൻ ഡ്രോപ്പർ എന്ന് പറഞ്ഞു. ഞാനൊരു മണ്ടൻ തന്നെയെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കേസ്. അപ്പം അതേ 4 ഡ്രോപ്പറുണ്ട്, അല്ല ഡ്രോപ്പർ എന്നാണ് വായോ ഞാൻ, ഹോപ്പർ അതിന് 4 ഹോപ്പർ ഉണ്ടാക്കണം. പിന്നെ 2 ചെസ്റ്റും കൂടി ഉണ്ടാക്കണം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഇത് മാത്രം ഞാനിപ്പോൾ കാണിക്കുന്നുള്ളൂ. പിന്നെ മൊത്തത്തിൽ ഇത് വീഡിയോൻ്റെ ലെങ്ത്ത് കൂടാണ്ടിരിക്കാൻ വേണ്ടി ബാക്കിയൊക്കെ ഉണ്ടാക്കണം. മൊത്തം ഫാസ്റ്റിൽ കാണിക്കും, പഴയ ഇതുപോലെ. ഫസ്റ്റ് തന്നെ നമുക്ക് ചെസ്റ്റ് വെക്കാം. ചെസ്റ്റ് നമുക്കിത് ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യാം. എന്നിട്ട് ഇതിനകത്തോട്ട് നോക്കി ഈ ഹോപ്പറൊക്കെ ഞാൻ ബോക്സ് എടുക്കാൻ മറന്ന്, കുഴപ്പമില്ല. വീണ്ടും ഇവിടെ 1 and 2 നമുക്ക് ഇനി കയറിക്കാം. ബാക്കി ബിൽഡ് ചെയ്യണമൊക്കെ ഞാൻ ഫാസ്റ്റിലായിട്ട് കാണിക്കാം. റീപ്ലേ മോഡില്ല, ബെഡ് റോക്ക് ആണ്. അപ്പോൾ ഞാൻ ഫാസ്റ്റിലായിട്ട് കാണിക്കാം. അതാണ് അതിൽ നിന്ന് നിങ്ങൾ കണ്ടോ.
ഗൈസ് ഞാനിപ്പോൾ ഫാമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. 3, 2, 1. ഗൈസ് പണ്ടത്തെ പോലെ തന്നെ എഫിഷ്യൻ്റാണ്. ഇപ്പം തന്നെ കുറേ മോബ്സൊക്കെ വന്നു. നമുക്ക് ഓരോന്നിനും ഫില്ലാക്കി കുറേ എക്സ്പി കിട്ടും. എഫിഷ്യൻ്റാണ്, അത്യാവശ്യം എഫിഷ്യൻ്റാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ സബ് ചെയ്യാത്തിരുന്നെങ്കിൽ സബ് ചെയ്യണം, ലൈക്ക് ചെയ്യാത്തിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയറും കൂടി ചെയ്തേക്ക്. അപ്പോൾ അടുത്ത ഒരു കിടിലം പൊളി വീഡിയോ ആയിട്ട് പറഞ്ഞേക്കാട്ടും വരെയും ടാറ്റ ഗുഡ് ബൈ, സി യു.